ജയം. ക്രിസ്തു യേശുവിൽ നമുക്ക് ജയം. ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തെ തേടി മനുഷ്യർ അലഞ്ഞപ്പോൾ മനുഷ്യനെ തേടി ദൈവം ഇറങ്ങി വന്നു. ആദിമ മാതാപിതാക്കളായിരുന്ന ആദാമും ഹവ്വയും അവർ ചെയ്ത തെറ്റിനെ തുടർന്ന് മനുഷ്യർ ദൈവത്തെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. നമ്മുടെ ഭാരതീയ ചിന്തകളിൽ പോലും ദൈവത്തെ അന്വേഷിച്ചാണ് പല സന്യാസി വര്യന്മാരും ഗുഹകളിലും പല മലകളിലും കയറുന്നത്, ദൈവത്തെ അന്വേഷിച്ച. പക്ഷേ ബൈബിൾ വിളിച്ചു പറയുന്നു, നീ അവന് പേരിടണം, ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യർ നടന്നപ്പോൾ ദൈവം മനുഷ്യനെ തേടി വന്നു. അതാ സുവിശേഷം. ഹല്ലേലൂയ. കൈയോട് തുറഞ്ഞാട്ടെ. സന്തോഷ വർത്തമാനമാണ് സുവിശേഷം. ഒരു സന്തോഷത്തിൻ്റെ വാർത്തയാണ് സുവിശേഷം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ. എൻ്റെ കൂടെ പ്രിയ എൻ്റെ അനിയൻ, നിങ്ങളൊന്ന് എഴുന്നേറ്റിരിക്കാമോ? പ്രിയ ആശിഷും എൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരനാണ്. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ കടന്നു വരാൻ ദൈവം ഇടയാക്കി. ആ നിൽക്കുന്ന അനിയൻ ഇപ്പം മാന്യനായി നിൽക്കുന്ന കണ്ടില്ലേ? എന്ത് മാന്യതയോടാണ് നിൽക്കുന്നത്. ഭയങ്കര തലവേദനയായിരുന്നു വീട്ടിൽ. തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു അവൻ. ആ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. തികഞ്ഞ മദ്യപാനിയായിരുന്നു എൻ്റെ അനിയൻ. എൻ്റെ വീട്ടിൽ ഇവൻ മദ്യപിച്ച് കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിടന്ന് ബഹളമാണ്. ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എന്താ നടക്കുന്നത്? വലിയ വിഷയം നടക്കുകയാണ്. പോലീസുകാർ വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പോലീസുകാർ. കാരണം കസാര അടിച്ചു പൊട്ടിക്കുക, വിഷയങ്ങളുണ്ടാക്കുക, വീട്ടിൽ കൂട്ടുകെട്ടിലൂടെയൊക്കെ പോയി തകർന്ന്. അപ്പം ഒരു വീട്ടിൽ ഒരു വ്യക്തി മോശമായി പോയി കഴിഞ്ഞാൽ ആ വീടിനെ മൊത്തമാണ് ബാധിക്കുന്നത്, അല്ലേ? നാട്ടിൽ ആ വീടൊരു നിന്ദയ പാത്രമായി മാറിപ്പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഞാൻ ചുരുക്കി പറയാം, ഒരു മീറ്റിങ്ങിൽ വെച്ച് കർത്താവ് അവനെ തൊട്ടു. അത് വേറെ ആരുടെ മീറ്റിംഗ് അല്ല, എൻ്റെ മീറ്റിംഗ് വെച്ച് തന്നെ തൊട്ടത്. ഏലപ്പാറയിൽ ഞങ്ങളുടെ മീറ്റിങ്ങിൽ അനൂജക്ക പാസ്റ്ററുടെ 10th റിവൈവൽ എന്ന് പറയുന്ന മീറ്റിങ്ങിൽ ഇങ്ങനെ രാത്രി സെക്ഷന് ഇരിക്കുന്ന ടൈമിൽ ഒരു വലിയ ദൈവശക്തി അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അവനെ കർത്താവ് ഫ്രീ ആക്കി. എന്നെ കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന വീടുകളിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. എല്ലാവരും വാകൾ തുറന്ന് സ്തോത്രം എന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും വാകൾ തുറന്ന് കുറച്ചു നേരം സ്തോത്രം പറഞ്ഞ് ഒരു മനപരിവർത്തനം നടക്കട്ടെ. വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യർ 2:14-15 വാക്യങ്ങൾ. നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ. ലോകത്തിൽ എല്ലാവർക്കും ജയമാണ്, പക്ഷേ യേശുവിൽ വിശ്വസിച്ച നമുക്ക് ഓരോരുത്തർക്കും ജയത്തിൻ്റെ ഉത്സവമാണ് ദൈവം നൽകിയിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ
വിക്ടറി എന്നുള്ള വാക്കല്ല കൊടുത്തിരിക്കുന്നത്, ട്രയംഫൽ എന്നാണ്, ജയത്തിൻ്റെ ഉത്സവം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ടൈമിൽ മാത്രമല്ല, തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ ടൈം മുതലേ താൻ എല്ലാത്തിലും ജയിക്കുകയാണ് ചെയ്തത്. തന്നെ പരീക്ഷിപ്പാൻ പിശാച് 40 ദിവസത്തിനു ശേഷം തനിക്ക് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. എന്നാൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിശാച് തനിക്ക് കൊടുത്ത സകല പരീക്ഷകളെയും യേശു ജയിച്ചു. പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും വാഗ്വാദ ചോദ്യങ്ങൾക്ക് മുൻപിൽ യേശു പതറി നിന്നില്ല, യേശു അവിടെ ജയിച്ചു എന്ന് നമ്മൾ കാണുന്നു. പൈശാചബാധകൾ ബാധിച്ച വ്യക്തികളുടെ മുൻപിൽ യേശു തോൽക്കുകയല്ല ചെയ്തത്, യേശു ജയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ ക്രൂശീകരണത്തിന് തൊട്ടു മുന്നേ പോകുന്നതിന് തൊട്ടു മുന്നേ തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവരാരും ഇതുവരെ ജനിച്ചിട്ടില്ല. ജനിച്ചിട്ടുണ്ടോ? വെള്ളനാടുള്ളവർ ചിരിച്ചോണ്ടിരിക്കണം മുഖം. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് നിങ്ങളുടെ ചിരി കാണാനാണ്. ചിരിച്ചോണ്ടിരിക്കണേ, അല്ലെങ്കിൽ എനിക്ക് പേടി വരും. കൈകൊടുത്ത് തുറന്നൊന്ന് ചിരിച്ചോണ്ടിരിക്കാൻ പറ. ശ്വാസമൊക്കെ ഒന്ന് വിട്ട് നന്നായി ചിരിച്ചോണ്ടിരുന്നു, ഒരു വിഷയമില്ല. ലോകത്തെ ജയിച്ചവരാരുമില്ല പ്രിയപ്പെട്ടവരെ. ഒരു രാജ്യത്തെ ജയിച്ചവരുണ്ട് അല്ലേ? ഒരു മാച്ച് ജയിച്ചവരുണ്ട്. എന്നാൽ ലോകത്തെ ജയിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ പേരത്രേ യേശു. ഹല്ലേലൂയ. കൈയെടുത്ത് പറഞ്ഞേ, യേശുവിൻ്റെ ജയം എൻ്റെ ജയമാണ്. പറഞ്ഞേ. ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി എപ്പോഴും വിശ്വാസത്തിൻ്റെ വാക്കാണ് പറയുന്നത്. ഒരിക്കൽ അമ്മച്ചിയുടെ അടുക്കൽ ഒരമ്മയും മോളോട് വന്ന് ഇങ്ങനെ പറഞ്ഞു, എന്താ പഠിക്കുവാന്ന് ചോദിച്ചു. അമ്മച്ചി ചോദിച്ചു. അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു, അയ്യോ ഇവളെ 8ാം ക്ലാസ് 10ാം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ? 10ാം ക്ലാസ് തോറ്റെന്ന്. ഉടനെ അമ്മച്ചി പറഞ്ഞു, മോളെ 10ാം ക്ലാസ് തോറ്റെന്ന് പറയരുത്, പിന്നെ 9ാം ക്ലാസ് ജയിച്ചെന്നേ പറയാം. പറഞ്ഞ നിങ്ങളുടെ ഡിക്ഷണറിക്കകത്ത് തോൽവി എന്നുള്ള വാക്കില്ല, പറ. ചിലർ പറയുന്നില്ല. പറഞ്ഞ് എൻ്റെ ഡിക്ഷണറിക്കകത്ത് തോൽവി എന്നുള്ള വാക്കില്ല. കാരണം ക്രൂശിൽ താൻ നേടിയ ജയം നമുക്ക് നൽകിയിരിക്കുക. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു വാകൾ തുറന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു ജയമാണ് നടന്ന ക്രൂശിൽ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ ഭാഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ ജനനം എഴുതിയിരിക്കുന്ന 2 സുവിശേഷങ്ങളുണ്ട്. ഒന്ന് മത്തായിയും ഒന്ന് ലൂക്കോസുമാണ്. യേശുവിൻ്റെ ജനനം മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയിട്ടില്ല. മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. യേശു ചെയ്ത പല പ്രവർത്തികളും പല സുവിശേഷകരും മത്തായിലുള്ളത് ലൂക്കോസിലില്ല, ലൂക്കോസിലുള്ളത് യോഹന്നാനിലില്ല. യോഹന്നാനിൽ മാത്രം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം എഴുതിയിരിക്കുന്ന ചില യേശു പഠിപ്പിച്ച ചില ഉപദേശങ്ങൾ മത്തായിക്കകത്തോ ലൂക്കോസിനകത്തോ മർക്കോസിലോ ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശു പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 9ാം അധ്യായത്തിൽ മാത്രമാണ് നാം കാണുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്
മത്തായിലോ മർക്കോസിന്റെ സുവിശേഷത്തിലോ ലൂക്കോസിലോ കാണുന്നില്ല, യോഹന്നാനിൽ മാത്രമാണ് കാണുന്നത്. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണം മത്തായി സുവിശേഷത്തിലുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. 4 സുവിശേഷങ്ങളും വളരെയധികം പ്രാധാന്യത കൊടുത്തെഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാൽവറിയിലെ ക്രൂശ് മരണം. ആ ക്രൂശ് മരണത്തിലൂടെ ഒരു ജയത്തിൻ്റെ ഉത്സവം കൈമാറുകയായിരുന്നു. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം ഒന്നെടുത്തോളൂ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 15-ാമത് വചനം വായിക്കാം. ഉൽപ്പത്തി 3:15. യെസ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അവൻ നിന്റെ തല തകർക്കും. പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വമാർ തെറ്റ് സംഭവിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അവർ പഴം പറിച്ച് തിന്നതല്ല ഏറ്റവും വലിയ തെറ്റ്. ഏറ്റവും വലിയ തെറ്റ് ആ കുറ്റബോധത്തിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലാതെ മറഞ്ഞിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ദൈവത്തെ മനസ്സിലാക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. യേശുവിൻ്റെ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യേശു ഒരു വ്യക്തിയും പാപി എന്ന് മുദ്ര കുത്തിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ശമരിയ സ്ത്രീയെ കർത്താവ് കണ്ടിട്ട് നീ പാപിയാണെന്ന് പറഞ്ഞില്ല. ശിമോന് ആ പടക് നിറച്ചു ആ വള്ളം നിറച്ചു മീൻ കൊടുത്തിട്ട് കർത്താവ് അവനോട് പറഞ്ഞില്ല നീ പാപിയാണെന്ന്. സക്കായിയോട് താൻ പറഞ്ഞില്ല നീ പാപിയാ, മര്യാദയ്ക്ക് നീ കാശെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് സക്കായിയുടെ അടുക്കൽ യേശു പറഞ്ഞില്ല. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പോലും കർത്താവ് പാപി എന്നല്ല വിളിച്ച, മകളെ എന്നാ വിളിച്ചത്. ഒരു ഹല്ലേലൂയ പറയാമോ? യേശു ഈ ലോകത്തിലെ മറ്റുള്ളവരാ പറഞ്ഞ അവൻ പാപികളോട് കൂടെ തിന്നും കുടിച്ചും പോകുന്നു. യേശു ഒരു വ്യക്തിയും പാപി എന്ന് വിളിച്ചില്ല. പക്ഷെ യേശുവിൻ്റെ സാന്നിധ്യം പാപത്തിൽ കിടക്കുന്നവരുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ. ഒരുത്തൻ തെറ്റ് ചെയ്തു, അവനോട് ആ തെറ്റ് 100 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ പാപം വിട്ട് പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ യേശുവിൻ്റെ സാന്നിധ്യം അവൻ്റെ പാപത്തെ നീക്കി അവന് ശുദ്ധീകരണം വരുത്തുവാൻ സാധ്യതയുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അപ്പം നമ്മുടെ പല പ്രസംഗങ്ങൾ പോലും ഒരു വ്യക്തിയിലെ പാപിയെ ഉയർത്തുന്നതാകരുത്. പാപത്തിനും ശിക്ഷ വിധിച്ചു നിനക്കും നീതിയാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ക്രൂശിൻ്റെ വചനമായിരിക്കണം ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ചെല്ലേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പെന്തിക്കോസ്തിൽ ജനിച്ചു 4-ാം തലമുറയാണ്. അന്നൊക്കെ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ കേട്ടിരുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞാൻ കേട്ട പ്രസംഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുകയാണ്, എന്താണ് മാനസാന്തരം? പറഞ്ഞേ, എന്താ മാനസാന്തരം? പറഞ്ഞേ, എന്തോ മാനസാന്തരം? ചിരിക്കുന്നു. മാനസാന്തരം എന്ന് പറയുന്നത് കള്ളുകൂടി നിർത്തുന്നതാണോ?
മനസ്സിൻ്റെ മാറ്റമാണ്. എങ്ങോട്ടുള്ള മാറ്റം? കള്ളുകൂടി നടത്തുന്നതല്ല മാനസാന്തരം, ബീഡി വലി നടത്തുന്നതല്ല മാനസാന്തരം. അതെല്ലാം മാനസാന്തരത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടേണിംഗ് ടു ദ ക്രൈസ്റ്റ്, യേശുവിങ്കലേക്ക് നിങ്ങൾ തിരിയുന്നതാണ് യഥാർത്ഥ റിപ്പൻറ്റൻസ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ ഇപ്രകാരം പറയാൻ, നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ജീവൻ നൽകാത്ത സകല ഇടത്തിൽ നിന്നും ഞാൻ മാറുന്നതിൻ്റെ പേരാം റിപ്പൻറ്റൻസ്, മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ പ്രവർത്തികളിൽ നിന്നും യേശു എനിക്ക് വേണ്ടി ഒരുക്കിയ പ്രവൃത്തിയിലേക്ക് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ പേരാം മാനസാന്തരം. എനിക്ക് ജീവൻ നൽകാത്ത സകല ക്രിയകളിൽ നിന്നും സകല പ്രവൃത്തികളിൽ നിന്നും ഞാൻ വിമോചിതനായിട്ട് എന്നേക്കുമായി എനിക്ക് വേണ്ടി തൻ്റെ പുത്രൻ്റെ യാഗത്താൽ സൽഗുണപൂർത്തി വരുത്തിയിരുന്ന ശ്രേഷ്ഠമായ യാഗത്തിലേക്ക് തിരിയുന്നതിൻ്റെ പേരാണ് മാനസാന്തരം. ഹല്ലേലൂയ! ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം മനസ്സിന് വരുന്ന മാറ്റം കർത്താവിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ വാക്ക് അവിശ്വസിച്ചത് കൊണ്ടാണ് അവർ ദൈവത്തിൽ നിന്ന് മാറിയിരുന്നത്. എപ്പോൾ ഒരു മനുഷ്യൻ്റെ അകത്ത് പാപം വരുന്നു, ആ സമയം മുതൽ അവൻ്റെ അകത്ത് ഗിൽറ്റി കോൺഷ്യസ്, കുറ്റബോധത്തിൻ്റെ ആത്മാവ് കയറും. അവൻ അവിടെ നിന്ന് മാറിയിരിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള ആ ധൈര്യം അവന് നഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് അവൻ പലതിനെയും ആശ്രയിക്കുന്നത്. മദ്യപാനത്തിലേക്കും മറ്റ് ഇതര ചിന്തകളിലേക്കും പോകുന്നത്. ദൈവത്തെ കൊണ്ട് മാത്രം നിറയ്ക്കാൻ പറ്റുന്ന ഒരു ശൂന്യത മനുഷ്യൻ്റെ ഹൃദയത്തിലിരിപ്പുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവത്തെ കൊണ്ട് മാത്രം നിറയ്ക്കാൻ കഴിയാവുന്നൊരു ശൂന്യത ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്. ആ ശൂന്യത നിറയ്ക്കുവാൻ മദ്യപാനത്തിനോ മറ്റിതര ബന്ധങ്ങൾക്കോ ചിന്തകൾക്കോ കഴിയുകയില്ല. ഈശ്വരൻ്റെ ശക്തി കൊണ്ട്, ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശൂന്യത, അത് ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ മനുഷ്യൻ വീണ്ടും അലയാൻ തുടങ്ങി ദൈവത്തെ അന്വേഷിച്ച്. എവിടാണ് ദൈവം? ഞാൻ BA മലയാളം പഠിച്ച ഒരു വ്യക്തിയാണ്. അന്ന് എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ്, സെക്കൻഡ് ഇയർ 2ാം വർഷത്തിൽ എനിക്ക് സംസ്കൃതം പഠിക്കാനുണ്ടായിരുന്നു. സംസ്കൃതം. ഇവിടെ ആരെങ്കിലും സംസ്കൃതം അറിയാവുന്നവരുണ്ടോ? അതുകൊണ്ട് എനിക്ക് പേടിയില്ല, ഞാൻ ധൈര്യത്തോടെ ആ ശ്ലോകം ഒന്ന് പറയാൻ പോവാം. അതിൻ്റെ അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹൃദസ്ഥം ഈശ്വര തത്വ പ്രതിഷ്ഠാം പ്രതിമാം ഭജേ കരസ്ഥം പായസം തത്വ കുർപ്പരസം ഗളം നികേ. ചിലരൊക്കെ എന്നെ ഇങ്ങനെ ഭയന്ന് നോക്കുന്നു, ഈ പുള്ളി എന്ത് ഈ വിളിച്ചു പറയുന്നത്? പറഞ്ഞു തരാം. ഹൃദസ്ഥം ഈശ്വര തത്വ, ഹൃദയത്തിൽ വന്നിരിക്കുന്ന ഈശ്വരനെ ത്യജിച്ചിട്ട് പ്രതിഷ്ഠാം പ്രതിമാം ഭജേ എന്ന് പറഞ്ഞാൽ, ഒരു പ്രതിഷ്ഠയുടെ മുൻപിൽ പോയി ഞാൻ വണങ്ങുമ്പോൾ കരത്തിലിരിക്കുന്ന കരസ്ഥം പായസം തത്വ കൂർപ്പരസം ഗളം നികയിൽ, കരത്തിലിരിക്കുന്ന പായസം എടുത്തു കളഞ്ഞിട്ട് കഴുത്തിന് പിറകിൽ പറ്റിയ ശർക്കര നക്കാൻ തിരിയുന്നത് പോലെയാണ് ഹൃദയത്തിൽ വരുന്ന ഈശ്വരനെ ത്യജിച്ച് ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ. ഇത് ബൈബിൾ പറഞ്ഞതല്ല, ഒരു സംസ്കൃത ശ്ലോകമാണ്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. ഹലോ, ദൈവത്തിൻ്റെ സാരാംശം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലാണ്. എല്ലാ മതങ്ങളും വിളിച്ചു പറയുന്ന ഒന്നുണ്ട്, ദൈവം നിന്റെ ഉള്ളിലാണെന്ന്. ആണോ അല്ലയോ? ഒരു വലിയ
തത്വചിന്ത ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഓഷോ. ഓഷോ എന്ന് പറഞ്ഞ ഒരു വലിയ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞൊരു തമാശയേറിയൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ദൈവം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സിംഹാസനത്തിൽ. കുറേ മനുഷ്യർ എന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് പഠിക്കാൻ ബുദ്ധി വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് വീട് വേണം, എനിക്ക് മോളെ കെട്ടിക്കണം, എനിക്ക് പൈസ വേണം. ഇതെല്ലാം പോയി പറഞ്ഞു ദൈവത്തോട്. ദൈവം പറഞ്ഞു എല്ലാം റെഡിയാക്കി തന്നോളൂ, ഒരു കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് പൊക്കോളാൻ പറഞ്ഞു. വീണ്ടും വന്ന് ഇവരിങ്ങനെ ദൈവത്തെ ഇങ്ങനെ ഇതൊരു കഥയാണ്. ദൈവത്തെ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ദൈവത്തിനൊരു ശല്യമില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ പല പ്രാർത്ഥനാ വിഷയങ്ങളും 18 പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ദൈവം അത് കേട്ടോണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ കഥയ്ക്കകത്ത് ഇങ്ങനെയാണ്. ദൈവത്തിന് ശല്യം തോന്നിയപ്പോൾ ദൂതന്മാർ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ഇവന്മാരെ കൊണ്ട് ദൈവത്തിന് ഇനി സഹി കെടുക, ഒരു കാര്യം ചെയ്യും, ദൈവം ഒരു കാര്യം ചെയ്യും. അതുകൊണ്ട് അപ്പുറത്ത് മലയുണ്ട്, ആ മലയുടെ മേളിൽ പോയിരിക്കാൻ പറഞ്ഞു. എവിടെ പോയിരിക്കാനാണ് പറഞ്ഞത്? മലയുടെ മുകളിൽ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളില്ലേ ആൾക്കാർ, വെള്ളനാട്ടുള്ളവർ അവിടെ കയറി ചെന്ന് മലയുടെ മേളിൽ ചെന്നിട്ട് പറഞ്ഞു, എന്തോ പറഞ്ഞു, ദൈവമേ ഞങ്ങൾക്കറിയാനും ദൈവം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ വേണം, ദൈവത്തിന് അവിടെയും രക്ഷയില്ല. ദൂതന്മാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് സമുദ്രത്തിൻ്റെ അങ്ങ് അറ്റത്ത് പോയി നിൽക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് നിന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മനുഷ്യൻ അവിടെ ചെല്ലുക. ദൈവത്തിന് അവസാനം മനസമാധാനം ഇല്ലാതായി. ദൂതന്മാരൊരു കാര്യം ചിന്തിച്ചു, ഇനി എവിടെ ഇരിക്കും? ദൈവത്തിന് മനസ്സിലായി, ഈ മനുഷ്യർ ഗുഹകളിലും മലകളിലും ഒക്കെ ദൈവത്തെ അന്വേഷിക്കും, സമുദ്രത്തിൻ്റെ അറ്റത്തും ഒക്കെ ദൈവത്തെ അന്വേഷിക്കും. പക്ഷെ മനുഷ്യൻ അന്വേഷിക്കാത്ത ഒരിടം ഉണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലാണ്. ഹലോ, വേറെ എവിടെയൊക്കെ അന്വേഷിക്കും മനുഷ്യൻ. അതുകൊണ്ട് ദൈവം വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, അവൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. ഇതൊരു കഥ മാത്രമാണ്, ബൈബിളിൻ്റെ പുറത്തുള്ള കഥയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഹൃദയമെന്ന വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അവരോടും അവർ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശുവിനെ വിശ്വസിക്കുന്നത്, നാം യേശുവിനെ വിശ്വസിച്ചത് ഒരു ചർച്ചിൻ്റെ അംഗമായതല്ല, ഏറ്റവും വലിയ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇതൊരു ഫെലോഷിപ്പാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ ഇപ്രകാരം പറയുക, ഞങ്ങളെ യേശുവിന് വേണ്ടി കൂട്ടായ്മയ്ക്ക് വിളിച്ചെന്ന് അപ്പോൾ തന്നെ നിങ്ങളും ഞങ്ങളോടൊരുമിച്ച് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടി. നോക്കിയ ദൈവവുമായിട്ട് ഫെലോഷിപ്പ്, വീണ്ടും ആ റീകണക്ഷനിലേക്ക് വരുവാനാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം ആസ്വദിച്ചത്. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ശാന്തമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ മനുഷ്യൻ തേടി അലഞ്ഞ ദൈവത്തെ നോക്കി. ദൈവം പ്രവാചകന്മാരിലൂടെയും തൻ്റെ സ്വഭാവം ഇതാണെന്ന് തെളിയിക്കാൻ രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയൊക്കെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിച്ചു. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ അവിടെയൊക്കെയും ദൈവം ഭാഗമായിട്ടാണ് സംസാരിച്ചു എന്ന് നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ തന്നെ കാണുന്നു, എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഹലോ, യേശുവിൻ്റെ സംസാരം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളുമാണ് യേശു കർത്താവ് സംസാരിക്കുന്നത്. ഇന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങളുടെ അകത്ത് എന്താണോ കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ ഇരിക്കുന്ന അത്ഭുതം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഇപ്പോൾ ഈ ടെന്നിൻ്റെ അകത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ രാമയം പറഞ്ഞോളൂ. നിങ്ങളുടെ വിസ്താരത്തിലൊന്ന് തുറന്നു രാമയം പറഞ്ഞു ഒന്ന് ഉറക്കപ്പറ. ഈ വെള്ളനാട് എന്നല്ല ഈ ദേശത്ത്, ഈ വെള്ളനാട് ദേശം കേൾക്കണം. നിങ്ങൾ ചേർന്നൊരു ആമയം പറഞ്ഞോട്ട് ഉറക്കെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ടെന്നിൻ്റെ അകത്ത് വന്നിരിക്കുന്നവർക്ക് രോഗസൗഖ്യം കർത്താവ് നൽകും, വിടുതൽ കർത്താവ് നൽകും.
അപ്പോൾ തന്നെ ഇതിനകത്തൊരു അഭിഷേകത്തിൻ്റെ പകർച്ചയും കർത്താവ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ സംസാരം പ്രീച്ചിങ്ങിലല്ല. യേശു സംസാരിക്കുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളുമാലാണ് യേശു സംസാരിക്കുന്നത്. എബ്രായ ലേഖനകാരൻ വിളിച്ചു പറയുകയാണ്, പ്രവാചകൻ പ്രവചിച്ചുവെങ്കിൽ, ന്യായാധിപൻ ന്യായപാലനം നടത്തിയെങ്കിൽ, രാജാവ് രാജഭരണം നടത്തിയെങ്കിൽ, പുത്രൻ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലുമാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രാജാക്കന്മാർ ഭരണമാണ് നടത്തിയത്. ന്യായാധിപന്മാരായിരിക്കുന്ന ഗിദെയോനും ശങ്കറും ദെബോരയൊക്കെ ന്യായപാലനമാണ് ചെയ്തത്. പ്രവാചകന്മാർ പ്രവചിക്കുക ചെയ്തത്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്ത് ഹീലിങ്സുകൾ സംഭവിക്കാൻ പോകുകയാണ്. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്നുവരെ അതിനു മുന്നമേ ശമര്യ പട്ടണത്തിൽ നിലനിന്നിരുന്ന സകല പേരുകളും മായാൻ തുടങ്ങി. ഹലോ, യേശുവിനെ കുറിച്ച് ശമര്യ പട്ടണത്തിൽ ഫിലിപ്പോസ് അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അതിന് തൊട്ട് മുന്നമേ അവിടെ ആ ശമര്യ പട്ടണത്തെ ഭീതിജനകമാക്കി. അവിടെ അകമ്പടി നായകന്മാരും ഭടന്മാരും യുദ്ധ സേവകന്മാരുമാണ് യുദ്ധത്തിന് പങ്കെടുക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ടീം പരാജയപ്പെടും, ഒരു ടീം വിജയിക്കും. വിജയിക്കുന്ന ടീമിൻ്റെ മെയിൻ ലീഡറായിരിക്കുന്ന വ്യക്തി രാജാവ് അയച്ച ഒരു പടനായകനുണ്ട്. അദ്ദേഹത്തോട് ഈ മെയിൻ ലീഡർ പറയും, നമ്മൾ ജയിച്ചു എന്ന് പോയി രാജാവിനെ അറിയിക്കുക. ഇദ്ദേഹം ചെന്ന് ഓടിച്ചെന്ന് രാജാവിനോട് പറയും, നമ്മൾ യുദ്ധം ജയിച്ചു, അവർ പരാജയപ്പെട്ടു. അതിനെ വിളിക്കുന്ന പേരാണ് ഈവൻഗേലിയോൺ. സത്യം പറഞ്ഞാൽ സുവിശേഷം ജയിച്ച ക്രിസ്തുവിനെ പ്രൊക്ലെയിം ചെയ്യുന്നതാണ് സുവിശേഷം. പരാജയപ്പെട്ട് ക്രൂശിൽ അനാഥനെ പോലെ കിടക്കുന്ന യേശുവിനെ ഉയർത്തുന്നല്ല സുവിശേഷം. സുവിശേഷം മൂന്നാം നാൾ കല്ലറയെ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ജയോത്സവത്തെ പ്രൊക്ലെയിം ചെയ്യുന്നതാണ് സുവിശേഷം. ഹലോ ഹലോ ഹലോ, എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ ക്രൂശിൽ നോക്കിയപ്പോൾ ഒരു പരാജയനെ പോലെ കിടക്കുന്ന യേശുവിനെയാണ് അവർ കണ്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ കാണാത്തൊരു ആത്മീയ മർമ്മം അതിൻ്റെ മുകളിലുണ്ട്. ആയുധവർഗം വെപ്പിക്കുകയായിരുന്നു ക്രൂശിൽ. നിനക്കും എനിക്കും വിരോധമായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ ചട്ടങ്ങളെയും എതിരെ എഴുതിയ മുഴുവൻ നിയമങ്ങളെ ക്രൂശിൽ മായിച്ച് അവയുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടുകയായിരുന്നു യേശു ക്രൂശിൽ. ആ ക്രൂശിന്റെ വചനം ജയത്തിന്റെ വചനമാണ്. ഒരാമയം പറഞ്ഞോളൂ. ക്രൂശിന്റെ വചനം ജയത്തിന്റെ വചനമാണ്. ക്രൂശീകരണത്തിന് വേണ്ടി താൻ വന്നതുപോലും മരിക്കാൻ വേണ്ടിയാ യേശു വന്നത്. എന്നെ ഈ ശബ്ദവീചികൾ കേൾക്കുന്ന ഓരോ വീട്ടിലും എനിക്കറിയാം, ഈ വീടുകളിലൊക്കെ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. നിങ്ങളോട് പറയാം, അനേകർ ഈ ലോകത്ത് വന്നത് ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ യേശു മാത്രമാണ് മരിക്കാനായിട്ട് വന്നത്. അവൻ്റെ വരവ് പോലും മരിക്കാനായിട്ടായിരുന്നു യേശു വന്നത്. അല്ലാതെ ഒരു ആക്സിഡന്റിൽ പെട്ടെന്ന് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിന്റെ അരികിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഗോൽഗോഥായിലേക്ക് നയിക്കുകയല്ലായിരുന്നു. എല്ലാം പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച പ്രവചന നിവർത്തിയായിരുന്നു യേശുവിന്റെ പരസ്യ ശുശ്രൂഷ, യേശുവിന്റെ കാൽവറി മരണം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വായിക്കുന്നു, നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് പോവാം. യേശുവിനെ അറസ്റ്റ് ചെയ്ത്
ഈ യേശുവിന് ഏറ്റവും വലിയ സ്നേഹം വെളിപ്പെട്ട സ്ഥലം എവിടാ പറഞ്ഞേ? കാൽവറി ക്രൂശ് മാത്രമല്ല. യേശുവിൻ്റെ സ്നേഹം ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ വെളിപ്പെട്ടത് ഒറ്റുകാരനെയും സ്നേഹിത എന്ന് വിളിച്ചപ്പോഴാണ്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസിനെയും തന്നോടുകൂടെ 3.5 വർഷം ശുശ്രൂഷയിൽ കൊണ്ടു നടന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ, നമുക്കിട്ട് പണി തരുന്നവനെ പിന്നെ നമ്മളെന്തോ ചെയ്തില്ല, അടുപ്പിക്കത്തില്ല. പിന്നെ അവനോട് നമ്മൾ ബദ്ധവൈരികളായി മാറിപ്പോവും. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, സ്നേഹിക്ക് സഹോദര എന്ന് പറഞ്ഞ് കൈകൊടുത്ത് പറ. ഈ യേശുവിൻ്റെ ചില സ്വഭാവങ്ങൾ, ഈ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ടും 12 കൊട്ടയ്ക്കകത്ത് ഒരു കൊട്ട യൂദാസായി എടുത്തത് അല്ലേ? ശിമോൻ പത്രോസ് തള്ളിപ്പറയുന്നവനാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ പടകിനെ കർത്താവ് എന്തോ ചെയ്തു? നിറച്ചു. കൈകൊടുത്ത് പറയാം, നിങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം കർത്താവിന് അറിയാം. കൈകൊടുത്ത് പറഞ്ഞോളൂ. പക്ഷെ എന്തോ ചെയ്യണ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു പോയി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മീറ്റിങ്ങിൽ പറയുണ്ടായി, ഈ ദൈവമാണെന്ന് ഈ തുടക്കങ്ങൾ മുഴുവനും ഇട്ടത്. ആദ്യം സ്നേഹിച്ചത് നമ്മളാണോ ദൈവമാണോ? ആദ്യം സ്നേഹിച്ചത് ദൈവമില്ലേ നമ്മളെ ഇങ്ങോട്ട്? നാം ദൈവമക്കളാകാൻ കാരണം എന്താ? നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കൈയോട് പറഞ്ഞാൽ നിങ്ങൾ ദൈവമക്കളാണ്. ഒരിക്കൽ ഞാൻ കോളേജിൽ പഠിച്ചിട്ട്, കോളേജാണോ സ്കൂളാണോ എനിക്ക് ഓർമ്മയില്ല, ഒരിക്കൽ ഞാൻ ബസ് ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരമ്മ ഒരു കൊച്ചിന് ഫുഡ് കൊടുക്കുക, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള. അപ്പം ഞാൻ വരുന്ന കണ്ടിട്ട് ഈ അമ്മ ഈ കൊച്ചിനോട് പറയുക, പെട്ടെന്ന് കഴിക്ക്, അവിടെ അല്ലെങ്കിൽ മാക്കാച്ചി ഇതാ വരുന്നെന്ന്. എന്താ പറഞ്ഞേ കണ്ടോ? എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ കണ്ടോ നിങ്ങളൊക്കെ ചിരിക്കുന്നത്? നേരത്തെ ഇവിടെ എത്ര കോമഡി പറഞ്ഞിട്ട് ചിരിക്കാത്തവരാണ്. നമ്മളെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ പോട്ടെ, മാക്കാച്ചി വരുന്നു, ഇപ്പം പിടിച്ചോണ്ട് പോവും. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി, എന്നെ തന്നെ മാക്കാച്ചിന്ന് എന്നെ തന്നെ വിളിച്ചത്. ഞാൻ 10ലോ 9ലോ പഠിക്കുന്ന ടൈമാണ്. പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, കേട്ടോ അവർ ഈ കൊച്ചിനെ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ മമ്മിയോട് പറഞ്ഞു, അവരെന്നെ മാക്കാച്ചിന്ന് വിളിച്ചു. അപ്പം അമ്മ ചോദിച്ചു, അതാ കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ, അത് വിഷയാക്കണ്ട. കൊച്ചിനെ അവര് നിന്നെ മാക്കാച്ചിന്ന് വിളിച്ചാലും നീ ബൈബിൾ തുറന്നു നോക്ക്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. നാട്ടുകാരൻ നിന്നെ എന്ത് വിളിക്കുന്നു എന്നല്ല ദൈവം നോക്കുക, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ എന്ത് വിളിക്കുന്നു? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ പറഞ്ഞോളൂ. നിന്റെ ജോലി സ്ഥലത്ത് നിന്നെ ആ യജമാനൻ അല്ലെങ്കിൽ നിന്റെ ഓഫീസർ നിന്നെ എന്ത് വിളിക്കുന്നു? മണ്ടൻ എന്ന് വിളിക്കുന്നു. നിന്റെ ടീച്ചർ നിന്നെ മണ്ടൻ എന്ന് വിളിക്കുന്നു. ദൈവം നോക്കുന്നത്, ദൈവം നിന്നെ വിളിക്കുന്നത്, യു ആർ മൈ ബിലവഡ് സൺ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയോ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ മക്കളായി മാറിയത്. ഒരു ഹല്ലേലൂയ പറയാമോ? അപ്പൊ യേശു വന്നതുപോലും മരിക്കാനാണ് വന്നത്. യേശുവിൻ്റെ സ്നേഹം വെളിപ്പെട്ടത് കാൽവരി ക്രൂശിൽ മാത്രമല്ല, ഒറ്റിക്കൊടുക്കാൻ നിൽക്കുന്ന യൂദാസിനെ പോലും യേശു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടി. തള്ളിപ്പറയുന്ന ശിമോൻ പത്രോസിനെയും കർത്താവ് എന്തോ ചെയ്തു? ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടി. ആ സ്നേഹമൊക്കെ വെളിപ്പെട്ടത് കാൽവറിയിൽ മാത്രമല്ല, തൻ്റെ
വസ്ത്രം ഉരിഞ്ഞ് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാലുകൾ കഴിയുമ്പോഴും അവിടെയും ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയായിരുന്നു. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്രകാരം ഒരു സംശയം ചോദിച്ചു, ഞങ്ങൾ ആരാ വലിയവനെന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. ഞങ്ങൾ ആരാ വലിയവൻ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരാ വലിയവൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓരോരുത്തരുടെ കാല് കഴുകാൻ തുടങ്ങി. സിംഹാസനത്തിലിരിക്കുന്നവനല്ല വലിയവൻ, താഴ്മ ധരിച്ച് ദാസനെ പോലെ സേവ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയവൻ ദൈവത്തിൻ്റെ കണ്ണിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരം പിശാചിൽ നിന്നാണ് ഉളവായത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ പിശാചായി മാറിയത്. ലൂസിഫർ എന്ന് പറയുന്ന വാക്ക് അരുണോദയ പുത്രനായ ശുക്ര എന്നാണ് യെഹെസ്കേലിന്റെ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. അത് സാത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥമല്ല. ലൂസിഫർ എന്ന് പറയുന്ന ആ നല്ല വ്യക്തി, ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്ന വർഷിപ്പറായിരുന്ന ആ ദൂതൻ സാത്താനായി പരിണമിച്ചതിന് പ്രധാന കാരണം പുള്ളി പോയി വെള്ളമടിച്ചപ്പോഴല്ല, പുള്ളി ബീഡി വലിച്ചപ്പോഴല്ല. ഹലോ, കുറേ നാളായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്നാൽ പോയി 2 പൈൻ്റ് അടിച്ചിട്ട് വരാം, അന്നേരമാണോ സാത്താൻ ഉളവായത്? അല്ല. സാത്താൻ്റെ ഉത്ഭവം പാപചിന്തയിലേക്ക് പോയതല്ല. സാത്താൻ്റെ ഉത്ഭവം അഹങ്കാരമായിരുന്നു. ഹലോ, അപ്പം നിങ്ങളുടെ അകത്ത് അഹങ്കാരം വരുന്നുണ്ടെങ്കിൽ അത് സാത്താനിൽ നിന്നാണ്. ഇന്നത് മാറ്റണം. സാത്താൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പരിഹാസി. പിശാചിനെ ഡയബുലോസ്, ഡെവിൾ, ഡയബുലോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പരിഹാസി, അപവാദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയബുലോസ്. വെളിപ്പാട് പുസ്തകത്തിൽ പ്രിയ ദൈവദാസൻ ഇവിടെ പറഞ്ഞു, അവനെ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തിയ അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. അപവാദത്തിൻ്റെ സ്പിരിറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മറിയാൻ പോകാം. വിശ്വസിക്കുന്നുണ്ടോ? അപവാദം പറഞ്ഞു വരുത്തിയ ചില നുണപ്രചരണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാകാൻ പോകുകയാണ്. ചില നുണക്കഥകൾ നിനക്കെതിരെ പല ആൾക്കാരും നുണക്കഥകൾ മെനഞ്ഞുണ്ടാക്കി, അതിനെയെല്ലാം കർത്താവ് ഇപ്പോൾ തള്ളിയിടാൻ പോകുകയാണ്. അപവാദത്തിൻ്റെ സ്പിരിറ്റുകളെ തള്ളിയിടാൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നുണക്കഥകൾ പറഞ്ഞു, നിന്റെ മിനിസ്ട്രിയെക്കുറിച്ച് നുണക്കഥകൾ പറഞ്ഞു, നിന്റെ ജീവിതത്തെക്കുറിച്ച് നുണക്കഥകൾ പറഞ്ഞു. ആ അപവാദത്തെ മുഴുവൻ കർത്താവ് തള്ളിയിടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് എനിക്ക് പ്രവചിക്കണമെന്നുണ്ട്, പക്ഷേ ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആയതുകൊണ്ട് പറ്റുന്നില്ല. ചില വ്യക്തികളോട് ആത്മാവിൽ ഞാൻ പറയുകയാണ്. ചില വ്യക്തികളെ നോക്കി ചിലർ നുണക്കഥകൾ പറഞ്ഞു, ചില അപവാദങ്ങൾ പറഞ്ഞു. ഈ 1 മാസമായിട്ട് ഈ നുണക്കഥ കേട്ട് വല്ലാത്ത അസ്വസ്ഥതയിലിരിക്കുന്ന ആരോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരോട് ഞാൻ സദ്വർത്തമാനം പറയുകയാണ്, അവരെ തള്ളിയിട്ട് കളയുകയാണ്. ആ വാക്കുകളെ ദൈവം തള്ളിയിട്ട് കളയുകയാണ്. അപവാദിയെ തള്ളിയിട്ട് കളയുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു, കുഞ്ഞാടിൻ രക്തത്താൽ വിലക്കപ്പെട്ട ദൈവദാസന്മാർ ഭൂമിയിൽ വാഴുകയാണ് അപ്പോൾ ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെള്ളനാടുള്ള ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ വാഴുന്നവരായി മാറണം. ഹലോ, മോദിജിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിണറായി വിജയൻ സാറിന് വളരെ ഇഷ്ടമാണ്. അവരൊക്കെ ഇവിടെ ഭരിക്കട്ടെ, പക്ഷെ നിങ്ങൾ വാഴണം. അവർ ഭരിക്കും, നിങ്ങൾ വാഴും. പറഞ്ഞേ, അവർ ഭരിക്കും. പറ, അവർ ഭരിക്കും. ഉറക്കെ പറ, ഉറക്കെ പറഞ്ഞോളൂ. അവർ ഭരിക്കും, പക്ഷെ ഞങ്ങൾ വാഴും. കാരണം ഞങ്ങളെ വില കൊടുത്തു വാങ്ങിയിരിക്കുന്നത് പൊന്നോ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു നിർദ്ദേശവും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം കൊണ്ടത്രേ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വാഴാൻ ദൈവം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു വന്നത് പോലും മരിക്കാനായിട്ടാണ്. തൻ്റെ മരണത്താൽ മരണഭീതിയിലായിരുന്നവരെ മുഴുവനും കർത്താവ് വിടുവിച്ചു. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം
നാളെ എങ്ങനെ ലോൺ അടയ്ക്കുമെന്നല്ല, നാളെ എൻ്റെ മകളെ എങ്ങനെ കെട്ടിക്കുമെന്നല്ല മനുഷ്യന്റെ ഭയം. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം മരണമാണ്. ഈ കോവിഡ് ടൈമിൽ എല്ലാവരും വാക്സിൻ എടുത്തത് എന്തിനാണ്? എല്ലാവരും മാസ്ക് കെട്ടിയത് എന്തിനാണ്? കോവിഡ് വരാതിരിക്കാനാണോ? മരിക്കുമെന്നുള്ള പേടി കൊണ്ടല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഭയം മരണമാണ്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഇന്ത്യ വരെ, ഇന്ത്യയുടെ അതിർത്തി വരെ വന്നിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ അരികിൽ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അദ്ദേഹം കൂലി കൊടുത്ത് എല്ലാ ദിവസവും നിർത്തിയിരുന്നു. രാവിലെ ഗുഡ് മോർണിംഗിന് പകരം ആ സെക്യൂരിറ്റി ചായ കൊടുത്തിട്ട് ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങൊരിക്കൽ മരിക്കും. എല്ലാ ദിവസവും വന്ന് അദ്ദേഹം ചായ കൊടുത്തിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങൊരിക്കൽ മരിക്കും. വലിയ വിദ്യാസമ്പന്നന്മാർ എല്ലാവരും മരിക്കാൻ ഭയമാണ്. ഒരു കവിതക്കകത്ത് കവി ഇങ്ങനെ, ബാലാമണി എന്ന് പറയുന്ന ഒരു കവിയത്രി ഇങ്ങനെ പറഞ്ഞോളൂ: നന്നല്ലി ജഡങ്ങളിൽ ഇത്ര മേൽക്കൂറവ കാൽവെക്കുന്നുളത്തി വരും പൊടി മാത്രം. നമ്മുടെ കാലിനടിയിൽ പറ്റുന്ന പൊടിക്ക് തുല്യമാണ് നമ്മുടെ ജഡം. ഇത് മരണപ്പെട്ടു പോകും. എന്നാൽ യേശു കർത്താവ് പറയാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. ഒരാമേൻ ഉറക്കെ പറഞ്ഞോളൂ: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുവിന്റെ മരണത്താൽ മരണഭീതിയിലായിരുന്ന മുഴുവൻ മക്കളെ തന്റെ മരണത്താൽ നീക്കി. ഹല്ലേലൂയ! വെള്ളനാട് ദേശം മുഴുവൻ കേൾക്കേണ്ടത്, നിങ്ങളുടെ ഏറ്റവും വലിയ ഭയമായിരിക്കുന്ന മരണത്തെ നീക്കിയത് ഇവിടുത്തെ വേറൊരു സഭാ പാസ്റ്ററല്ല, ഇവിടുത്തെ ഒരു ബിഷപ്പല്ല, ഇവിടുത്തെ ഒരു മന്ത്രിയുമല്ല, ഇവിടുത്തെ ഒരു രാജാവുമല്ല, നസ്രയനായ യേശു മാത്രമാണ്. ഹല്ലേലൂയ! യേശു മാത്രമാണ് മനുഷ്യന്റെ മാനവകുലത്തിന് ഏറ്റവും ഭയമായിരുന്ന മരണത്തെ മാറ്റിയത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എൻ്റെ യേശു മരിച്ചു എന്ന് ഞാൻ ബൈബിളിൽ വായിക്കുന്നില്ല. മർത്തോമക്കാർക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് ഞാൻ ബൈബിളിൽ വായിക്കുന്നില്ല. മാനവ കുലത്തിന് വേണ്ടിയാണ് യേശു മരണം ആസ്വദിച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞോളൂ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ! ദേശമേ കേൾക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു അച്ഛനും മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു ബിഷപ്പും മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു പാസ്റ്ററും മരിച്ചിട്ടില്ല. എന്നാൽ ലോകസ്ഥാപനത്തിന് മുന്നമേ നിങ്ങളെ സ്നേഹിച്ച, ലോകസ്ഥാപനത്തിന് മുന്നമേ നിങ്ങളെ കണ്ട സ്നേഹനിധിയായി യേശു നിങ്ങൾക്ക് പകരമായി കൽവറിയിൽ മരണം ആസ്വദിച്ചു. മരണം എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? മെഡിക്കൽ സയൻസിൽ ഡോക്ടർമാരെല്ലാം പറഞ്ഞ മരിക്കുമ്പോൾ എല്ലാവരും വെപ്രാളപ്പെടുക ചെയ്യുന്നത്. കാരണം തൻ്റെ ശരീരത്തിൽ തൻ്റെ പ്രാണൻ വിട്ടുപോകുകയാണ്. ഒരിക്കലും പ്രാണന് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ശരീരം കടന്ന് വിറങ്ങലിക്കുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക്, പിതാവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ താൻ ആസ്വദിച്ചുകൊണ്ടാണ് കൊടുത്തത്. ഹല്ലേലൂയ! തൻ്റെ ഉള്ളിലൊരു ആസ്വാദനം വന്നു. കാരണം എൻ്റെ മരണത്തിൽ അനേക ജനനങ്ങൾ നടക്കുകയാണ്, എൻ്റെ മരണത്തിലൂടെ അനേക ഭയങ്ങൾ മാറുകയാണ്, എൻ്റെ മരണത്തിലൂടെ അനേക വ്യക്തികൾ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയാണെന്നുള്ള സദ്വർത്തമാനം. കരങ്ങളടിച്ച് വാകൾ തുറന്ന് ഓ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ആ സുവിശേഷത്തിന്റെ റിസൾട്ടുകൾ ഇന്ന് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ആ സുവിശേഷത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ചിലരുടെ കർത്താവ് ദൈവാത്മാവ് ദൂതുകൾ പറയുകയാണ്. ആ സുവിശേഷത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ വീട് ഇതുവരെയും ആസ്വദിച്ചിട്ടില്ലത്. യേശു മരണം ആസ്വദിച്ചത് നിങ്ങൾ ശാപം ആസ്വദിക്കാതിരിക്കാൻ വേണ്ടിയാണ്. യേശു മരണം ആസ്വദിച്ചത് നിങ്ങൾ പാപം ആസ്വദിക്കാതിരിക്കാൻ വേണ്ടിയാണ്. യേശു മരണം ആസ്വദിച്ചത് നിങ്ങൾ ഭയം ആസ്വദിക്കാതിരിക്കാൻ വേണ്ടിയാണ്. യേശു മരണം ആസ്വദിച്ചത് നിങ്ങൾ ഭയത്തിൽ നിന്ന് വിടുതലാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! യേശു കർത്താവിനെ തൻ്റെ അവസാന സമയത്തേക്ക് താൻ വെച്ചു കൊടുക്കുകയാണ് തൻ്റെ ജീവനെ. നമ്മളിങ്ങനെ വായിക്കുന്നു,
യോഹന്നാന്റെ സുവിശേഷം ആ രാത്രിയിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിന്റെ അരമനയിലേക്ക്, അതിന് തൊട്ടു മുന്നമേ കയ്യഫാവിൻ്റെയും ഹന്നാവിൻ്റെയും കോടതികളിൽ കർത്താവിനെ മാറി മാറി വിസ്തരിച്ചു. ഇവരെല്ലാം ചോദിച്ചത് ഇവൻ എന്ത് കുറ്റം ചെയ്തു എന്നാണ് ചോദിച്ചത്. അവരെല്ലാം പറഞ്ഞത് ഇവൻ ദൈവപുത്രനെന്ന് ദൂഷണം പറഞ്ഞു എന്നുള്ളതാണ്. യേശു അത്ഭുതം ചെയ്തതുകൊണ്ടല്ല യേശുവിനെ അറസ്റ്റ് ചെയ്തത്. യേശു രോഗസൗഖ്യം നടത്തിയതുകൊണ്ടല്ല യേശുവിനെ അറസ്റ്റ് ചെയ്തത്. ദൈവപുത്രൻ എന്നുള്ളൊരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് കർത്താവിനെ അവർ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പീലാത്തോസിന്റെ അടുക്കലേക്ക് ചെന്നു. പീലാത്തോസ് കഴിവതും അവനെ വിട്ടയക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകാൻ വേണ്ടി കർത്താവിനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. നമ്മളിങ്ങനെ വായിക്കുന്നു, അവനെ ക്രൂശിപ്പാൻ തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോയി. ഗോൽഗോഥ ജെറുസലേം പട്ടണത്തിൻ്റെ വെളിയിലിരിക്കുന്ന, പുറത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. പട്ടണത്തിന് വെളിയിലുള്ള ഒരു മലയാണ് ഗോൽഗോഥ, തലയോടിടമെന്ന് പറയും. നിങ്ങൾ ഇസ്രായേലിലൊക്കെ ഇതടുത്ത് നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കള്ളിൻ്റെ പോലാണ് ആ മൗണ്ടൻ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ അതിന് വേറൊരു മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി ഞാൻ പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം സംബന്ധിച്ച് ദൂതന്മാർ ഇടയന്മാരോട് പറഞ്ഞിങ്ങനെയാണ്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ ദാവീദിന്റെ പട്ടണം. ഈ യേശുവും ദാവീദും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഹലോ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ദാവീദ് ഗോത്രത്തിൻ സിംഹം. ഞാൻ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയും അല്ലേ? ദാവീദ് പുത്ര എന്നാണ് യേശുവിനെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദാവീദും യേശുവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് സ്പിരിറ്റിൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ജഡസംബന്ധമായി ദാവീദിന്റെ പുത്രനായും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനായും വിളിക്കപ്പെടുന്നു. മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമിന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ദാനിയേൽ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് യാക്കോബ് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷെ അവരുടെ ആരുടെ പേര് പറയുന്നില്ല, ദാവീദിന്റെ പേര് മാത്രം പറയുകയാണ്. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ. ഒരു പാട്ടുണ്ടല്ലോ, ഓ ദാവീദിൻ ഗോത്രത്തിൻ സിംഹമയോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ. ഏത് പിച്ച? ദാവീദ്, അത് കുറച്ച് താഴെ. ആ പാട്ടറിയാമോ? ചേർന്ന് പാടാം. ഓ ദാവീദ് ഗോത്രത്തിൻ സിംഹമയോനെ, ദാവീദിൻ താക്കോൽ സിംഹമയോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. പ്രൈസ് ദി ലോർഡ്. സമയം ഒത്തിരി പോകുന്നു, ശ്രദ്ധിച്ചേ. ദാവീദിന്റെ താക്കോൽ കയ്യിലുണ്ടായിരിക്കുന്നവൻ. അപ്പോൾ നോക്കിയ ദാവീദും യേശുവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് പറയാനായി വരുന്നത്. യേശുവിനെ എവിടേക്കാണ് കൊണ്ടുപോയെന്ന് എഴുതിയിരിക്കുന്നത്? ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോയി അല്ലേ? തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോഥ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇടയൻ ചരക്കനായിരുന്ന ദാവീദിനെ ദൈവാത്മാവ് പറയുകയാണ്, ശൗമേലിന്റെ അടുക്കൽ പോയി നീ അവനെ രാജാവാക്കണം. ഇശായിയുടെ കുടുംബത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. നാട്ടുകാർ നിന്നിലുള്ള നാട്ടിടയനെ കാണുമ്പോൾ ദൈവം നിന്റെ അകത്തുള്ള രാജാവിനെ കാണും. നാട്ടുകാർ നിന്നിലുള്ള ബലഹീനനെ കാണുമ്പോൾ ദൈവം നിന്നിലുള്ള പരാക്രമശാലിയെ കാണും. നാട്ടുകാർ നിന്നിലുള്ള ശിമോനെ കാണുമ്പോൾ യേശു നിന്നിലുള്ള പത്രോസിനെ കാണും. നാട്ടുകാർ നിന്നിലുള്ള ശൗലിനെ കാണുമ്പോൾ യേശു നിന്നിലുള്ള പൗലൂസിനെ കാണും. ഹല്ലേലൂയ. ഇടയച്ചരക്കനെ അവർ കണ്ടപ്പോൾ ദൈവം പറയാണ്, അവനെ രാജാവാക്കുക. ശമൂവേൽ എണ്ണയൊഴിച്ച് അവനെ രാജാവാക്കി. അവൻ രാജാവായി മാറുന്നതിന് തൊട്ട് മുന്നമേ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ
ഫെലിസ്തൻ എന്ന് പറയുന്ന വ്യക്തിയെ, ഫെലിസ്തർ ഇസ്രായേൽ രാജ്യത്തോട് കലഹിക്കാൻ വരികയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തെ എന്തോ ചെയ്തു? നിന്ദിച്ചു. ഗോലിയാത്തിന്റെ നാടെവിടാണ്? ഗത്യനായ ഗോലിയാത്ത്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഗത്യനായ ഗോലിയാത്ത്. ആ ഗോലിയാത്താണ് വെല്ലുവിളിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിക്കുക, ഇസ്രായേലിന്റെ ദൈവത്തെ പരിഹസിക്കുക, ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുക. ഉടനെ അതുവഴി ഈ ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാൻ പോയതാണ് ഈ ദാവീദ്. അല്ല, പുള്ളി കല്ലെടുത്ത് എറിയാൻ പോയതല്ല. അവിടെ ചെന്നപ്പോൾ പ്ലാൻ അങ്ങ് മാറുക. ഹലോ, നമ്മളെങ്ങനെ പോകുന്നു? ഇന്ന് അവിടെ പോയി ഇന്ന് ചിലത് നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പദ്ധതികൾ ദൈവം തിരിക്കുകയാണ്. ഹലോ, ഇവിടെ നോക്കി, ഈ ദാവീദ് അവിടെ ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാൻ പോയതാണ്. അപ്പൊ ചേട്ടന്മാർ പറഞ്ഞു, യുദ്ധം നടക്കുകയാണ്, നിന്റെ പിള്ളേരുകളി അല്ല ഇത്, നിന്റെ പിള്ളേരുകളി അല്ല, ഇവിടെ യുദ്ധം നടക്കാൻ പോവാ, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു, നേഴ്സറി പൊക്കോളാൻ പറഞ്ഞു. കാരണം നിന്നെ ചെറുതായിട്ടാ ദൈവം അവർ കാണുന്നത്, പക്ഷെ നിന്റെ അകത്തുള്ള വലിയവനെയാ ദൈവം കാണുന്നത്. ഹലോ, നിന്നിലുള്ള ചെറിയവനെ നിന്റെ ചേട്ടന്മാർ പോലും കാണുമ്പോൾ നിന്റെ അകത്തുള്ള വലിയവനായ രാജാവിനെ ദൈവം കാണും. ഇവിടെ നോക്കുക, ഈ എല്ലാവരും പിറകോട്ട് മാറി നിന്നപ്പോൾ ഈ ദൈവത്തെ പരിഹസിച്ചത് കൊണ്ട് ദാവീദിന് എന്തോ ഇതില്ല, അങ്ങോട്ട് പിടിച്ചില്ല. നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കണം, പക്ഷെ ദൈവത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ അകത്തുള്ള അഭിഷേകം എഴുന്നേൽക്കണം. നിന്റെ അകത്തുള്ള അഭിഷേകം എഴുന്നേൽക്കണം, സിംഹത്തെ പോലെ. പിടികിട്ടുന്നുണ്ടോ? നിന്റെ അകത്തുള്ള അഭിഷേകം ഗർജിക്കണം. നീ പ്രാപിച്ച മിനിസ്ട്രിക്കെതിരെയും നീ പ്രാപിച്ച വെളിപ്പാടിനെതിരെയും ആരെങ്കിലും വിരൽ ചൂണ്ടാൻ വന്നു കഴിഞ്ഞാൽ നീ അഭിഷേകത്തിന്റെ ശക്തിയാൽ, ഹല്ലേലൂയ, നിന്നെ എന്ത് വേണം പറഞ്ഞു നീ മിണ്ടായിരുന്നോ? പക്ഷേ നീ പ്രാപിച്ച വെളിപ്പാടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ അകത്തുള്ള അഭിഷക്തൻ ചാടി എഴുന്നേൽക്കണം. സ്തെഫാനോസിനെതിരെ കൂട്ടുപ്രതികളെ കൊണ്ടുവച്ചു, മാന്യ സ്ത്രീകളെ കൊണ്ട് നിർത്തി അവനെതിരെ കള്ളസാക്ഷി പറയിപ്പിച്ചു, പള്ളിക്കാരെ കൊണ്ടുവന്നു, ലിബർത്തീനർ എന്ന് പറയുന്ന പള്ളിക്കാരെ കൊണ്ടുവന്ന് സ്തെഫാനോസിനെതിരെ കള്ളസാക്ഷ്യം പറയിപ്പിച്ചു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, അവർ അവന്റെ മുഖം നോക്കിയപ്പോൾ ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. നോക്കിയേ, ഈ ചേട്ടന്മാർ പറയാം, നീ വീട്ടിൽ പൊക്കോ, ഇവിടെ യുദ്ധം നടക്കുകയാണ്. ദാവീദ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, ദൈവത്തെ അവർ പരിഹസിക്കുന്നുണ്ട്, ഞാൻ ഇവനെ എറിഞ്ഞ് വീഴ്ത്താൻ പോവാ. ഉടനെ ശൗല പറഞ്ഞു, എടാ കൊച്ചെ, നീ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല. കൈയെടുത്ത് പറഞ്ഞ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല, പറ, കൈയെടുത്ത് പറ. ഉള്ള എക്സാം എഴുതി അവിടെ ഇരിക്കുകയാണ്. പൈസ കൊടുത്ത് മടുത്തു. ആരൊക്കെ ഇവിടെ എഴുതി ഇരിപ്പുണ്ട്. നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മേൽ രാജകീയ അഭിഷേകം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എഴുതിയ പരീക്ഷകൾ വീണ്ടും തോറ്റുപോയി, വീണ്ടും പരീക്ഷയ്ക്ക് എഴുതി തോറ്റു പൊട്ടി അടിച്ചിരിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ അകത്തുള്ള രാജാവ് എഴുന്നേൽക്കാൻ പോകുകയാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കി, ശൗൽ എന്താ പറഞ്ഞു? നീ വീട്ടിൽ പോ. ഇത് ഫെലിസ്തനോടാ കളിക്കുന്നത്. ഉടനെ ഈ ശൗലും ഈ ചേട്ടന്മാരറിയാത്തൊരു കാര്യം, ദാവീദിന് ഒരു എൻകൗണ്ടർ ഉണ്ടായി. ദാവീദ് അങ്ങോട്ട് സാക്ഷ്യം പറയാൻ തുടങ്ങി. നമ്മളൊക്കെ ആയിരുന്നെങ്കിലും അന്ന്, ശ്രദ്ധിക്കണം, ഈ ശൗലിൻ്റെ അടുക്കൽ പറയാ, യജമാനെ, രാജാവേ, ഞാൻ ഇപ്പോഴേ കല്ലെടുത്തുന്നേ ഉള്ളൂ, പക്ഷേ ഒരിക്കൽ കാട്ടിൽ എൻ്റെ ആടിനെ ഒരു സിംഹം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ആ സിംഹത്തിൻ്റെ വാ തുറന്ന് ആടിനെ എടുത്ത് സിംഹത്തിൻ്റെ താടിയിൽ ഒരൊറ്റ അടി കൊടുത്തു. ഒരിക്കലും ഒരു കരടി പിടിക്കാൻ വന്നപ്പോൾ കരടിയുടെ വാ എന്തോ ചെയ്തു? വലിച്ച് കീറി. ഇത് ഇവൻ വീട്ടുകാരോട് പറഞ്ഞില്ല. ഹലോ, നമ്മളായിരുന്നെങ്കിലും അന്ന് ലൈവ് ഇട്ടേനെ. ഞാനിവിടെ കരടിയെ കീറിക്കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ എല്ലാവരും നോക്കിക്കോളൂ, കരടിയെ കീറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ലൈവിൻ്റെ കാലമാണല്ലോ. പിന്നെ സിംഹത്തെ കീറിക്കളഞ്ഞായിരുന്നു അന്നൊരു ലൈവ് ഇട്ടേനെ. എന്നാണ്ട് അടുത്ത സിംഹത്തെ ഞാൻ കീറിക്കളഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഇത് ഷെയർ ചെയ്തോണമെന്നുള്ള ലൈവ് ഇട്ടേനെ. പുള്ളി ഇത് ആരോടും പറഞ്ഞില്ല. ചിലത് ആരോടും പറയരുത്. കൈ കൊടുത്ത് പറ, ചിലത് ആരോടും പറയരുത്. ചിലത് പറയണം, ചിലത് ആരോടും പറയരുത്. ഈ പുള്ളി ഒന്നും മിണ്ടിയില്ല. ടൈം ആകുമ്പോൾ നിന്റെ അകത്തുള്ള എൻകൗണ്ടേഴ്സ് റിവീലാകും. ഇപ്പം നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ മണ്ടത്തരം പറയുകയാണെന്നും നീ കള്ളത്തരം പറയുകയാണെന്നും പറയും. പക്ഷെ ടൈം ആകുമ്പോൾ
അവർ കേൾക്കാൻ തുടങ്ങും നിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവിക എൻകൗണ്ടേഴ്സ്. ഹലോ, അപ്പോൾ രാജാവേ, ഞാനൊരിക്കൽ സിംഹത്തെ ഇങ്ങനെ വലിച്ചു കയറിയായിരുന്നു, കരടിയെ വലിച്ചു കയറി. ഞാനിപ്പോൾ ഇവനെ എറിഞ്ഞു വീഴ്ത്താൻ പോവുകയാണ്. ദാവീദ് പറഞ്ഞൊരു വാക്കിങ്ങനാണ്, ഇപ്പോൾ എൻ്റെ ഉന്നം എന്താണെന്ന് ഇപ്പോൾ ഈ നാട്ടുകാർ മൊത്തം കാണുമെന്നല്ല, ഇസ്രായേലിലൊരു ദൈവം ഉണ്ടെന്നറിയാൻ പോവുകയാണ്. നീ എറിയുന്നത് നിന്റെ ഉന്നം എത്ര എന്ന് കാണിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ വലിപ്പം എന്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നീ പ്രാർത്ഥന വെക്കുന്നത് നിന്റെ ഇത് കാണിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ പവർ എന്തെന്ന് നാട്ടുകാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ. നീ പ്രസംഗിക്കുന്ന നിന്റെ പ്രസംഗ ചാതുര്യം എന്താണെന്ന് കാണിക്കാനല്ല, ദൈവത്തിൻ്റെ വലിപ്പം. ഓ ജീസസ്, ദൈവത്തിൻ്റെ വലിപ്പം കേരളം എന്തെന്ന് അറിയാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വലിപ്പം ഇന്ത്യ എന്താണെന്ന് അറിയാൻ പോകുകയാണ്. വലിയൊരു ഉണർവ്. ഹലോ, ദാവീദ് പറഞ്ഞോ, അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞെടുത്തു ദാവീദ്, ഒറ്റയേറ് ദാഗെടുക്കണു ഗോലിയാത്ത്. അങ്ങനെ ഒരു പാട്ടുണ്ട്, അടിക്കാം. VBS പാട്ടാ. ഇന്നെല്ലാവരും ഇവിടെ പിള്ളേരായിട്ട് പോയാൽ മതി തിരിച്ച് വീട്ടിൽ. ഹല്ലേലൂയ. ഞാൻ സാധാരണ മീറ്റിങ്ങിന് പറയാറുണ്ട്, ഏറ്റവും പ്രായമുള്ള അമ്മച്ചിയെ ഞാൻ ഫ്രണ്ട് ചോദിച്ചിട്ട് എന്താ എത്ര വയസ്സുണ്ട്, അപ്പം അമ്മച്ചി പറയും 75. ഞാൻ പറയും 15കാരിയായിട്ട് പോയാൽ മതി ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ്. അതുകൊണ്ട് ആ അമ്മച്ചി കണ്ടോ, അതുകൊണ്ട് ആ ഇരിക്കുന്ന അമ്മച്ചി ഉണ്ടല്ലോ, എത്ര വയസ്സുണ്ട്? 75 കൂടുതലുണ്ടോ? 80 ഉണ്ടോ? അപ്പോൾ 13കാരിയായിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ആ പാട്ടെന്താണെന്നറിയാമോ? അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞെടുത്ത് ദാവീദ്, ഒറ്റയേറ് ദാഗെടുക്കണ ഗോലിയാത്ത്. പാടിയേ, അഞ്ച് കല്ലെടുത്തു വെച്ച് ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്ത് വെച്ച് പാടി. കരമടിച്ച് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞെടുത്ത് ദാവീദ്, എല്ലാരും ഇങ്ങനെ കാണിച്ചേ. അഞ്ച് കല്ലിങ്ങനെ കാണിച്ചു ജയത്തിന്റെ ഉത്സവം. അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ്, ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. ഇത് നമുക്ക് അവസാനം പാടി ആരാധിക്കുക. ജയമാണ്. ആരും ഇങ്ങനെ ഡീസൻ്റായിട്ട് ഇരിക്കരുത്. ഫുട്ബോളുകൾ ജയിക്കുമ്പോൾ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതുപോലെ വേണം ഇന്ന് ഇവിടുന്ന് പോകാൻ. കാരണം കൃത്യത്തിന് ഞാൻ വെച്ചിരുന്ന മെസ്സേജാണ് പാസ്റ്റർ ഇവിടെ അത് പറഞ്ഞു. അതിനുശേഷം ദേവദാസൻ പറഞ്ഞു. അല്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ നോട്ട് എഴുതി വെച്ചേക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഇന്നിവിടെ ജയം ഉത്സവമാണ്. അതുകൊണ്ട് മീറ്റിംഗ് ഇന്ന് 2 മണി വരെ പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഹലോ, നിങ്ങൾക്ക് പോകാനും ഞങ്ങൾക്ക് നാളെ പോകണം. നാളെ എറണാകുളത്ത് കുറച്ച് നേരത്തെ പോകണം. അതുകൊണ്ട് പെട്ടെന്നാണ്. നോക്കിയേ, ഈ ദാവീദ് എന്തോ ചെയ്തു? കല്ലെടുത്ത് എറിഞ്ഞു. ഈ അഭിഷേകമുള്ളവൻ 5 കല്ലും എടുക്കണ്ട, ഒറ്റ കല്ലെടുത്താൽ മതി. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ ശാസന ശാസിച്ചാൽ മതി. സാത്താനെ വിട്ടുമാറിപ്പോ. അവനെ അങ്ങോട്ട് വീണു. പെട്ടെന്ന് അത് പറയാനാണ് ഞാൻ ഈ വരുന്നത്. പെട്ടെന്ന് ഈ ഫെലിസ്ത്യൻ താഴെ വീണു. ഫെലിസ്ത്യൻ താഴെ വീണ് ദാവീദ് എന്തോ ചെയ്യുന്നറിയാമോ? ഫെലിസ്ത്യൻ്റെ വാളെടുത്ത് ഈ എന്തോ ചെയ്തു? ഫെലിസ്ത്യൻ്റെ വാൾ ഊരി എന്തോ ചെയ്തു? തലവെട്ടി. ഒരു മീൻ്റെ തലയ്ക്ക് എന്തോ വില ഇവിടെ? എത്ര? സൈസ് അനുസരിച്ച. എന്നാലും തലയായിട്ട് കിട്ടത്തില്ല.
ഞാനൊരു കാര്യം പറയും, ഈ മീനിൻ്റെ തലയേക്കാൾ ഏറ്റവും വലിയ വില കൂടിയുള്ളതാണ് ഈ മനുഷ്യൻ്റെ തല. പക്ഷെ അതാരും കഴിക്കത്തില്ല. നമ്മൾ ഈ തോലൊക്കെ എടുത്ത്, നമ്മൾ ഇപ്പം മൃഗങ്ങളുടെ തോലൊക്കെ എടുത്ത് ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, ഈ ഡ്രമ്മ് പോലുള്ള ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷെ അതിനേക്കാൾ വാറൻറ്റി ഉള്ള തോലാണ് ഈ മനുഷ്യൻ്റെ സ്കിന്ന്. ഭയങ്കര വിലയാണ്. ഓക്കെ, ഈ ദാവീദ് ഇവൻ്റെ തല എടുത്തോണ്ട് എങ്ങോട്ടാണ് പോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ്, ശ്രദ്ധിച്ചേ, ഫെലിസ്തൻ്റെ തല എടുത്തുകൊണ്ട് ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ഹലോ, എവിടെ കൊണ്ടുപോയി? എൻ്റെ കൂടെ ഉണ്ടോ? ഉറക്കെ പറഞ്ഞേ. ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ഗിത്യനായ ഗോലിയാത്ത്, എല്ലാവരും പറയും ഗിത്യനായ ഗോലിയാത്ത്. ചരിത്രകാരന്മാർ പറയുന്ന ഈ തല കൊണ്ടുപോയി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കുഴിച്ചിട്ടു. ഹലോ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കുഴിച്ചിട്ടു. ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഭീഷണി മുഴക്കിയ, ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിച്ച ഫെലിസ്ത്യൻ്റെ ഗോലിയാത്തിൻ്റെ തല ഇപ്പോൾ എവിടെ കിടക്കുന്നത്? ഒരു പർവ്വതത്തിൻ്റെ. ഗിത്യനായ ഗോലിയാത്ത്, ഗോലിയാത്ത് ഓഫ് ഗിത്ത്. അത് പറഞ്ഞു പറഞ്ഞു ഗോലിയാത്ത് ഓഫ് ഗത്ത് ഗോൽഗോത്തയായി മാറി. ഹലോ, ഇപ്പോൾ ആ പർവ്വതത്തിനടിയിൽ കിടക്കുന്ന തല ഗോലിയാത്തിൻ്റെ തലയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം വിളിച്ചു അത് ഗോൽഗോത്തയാണ്. ഗോലിയാത്ത് ഓഫ് ഗത്ത്. അവിടെ ദാവീദ് തലവെട്ടിക്കൊണ്ടുവന്ന ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിച്ച ഫെലിസ്ത്യന്റെ തലയായിരിക്കുന്ന ഗോലിയാത്തിന്റെ തലയാണ് ആ പർവ്വതത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ആ പർവ്വതത്തെ വിളിച്ചു ഗോൽഗോത്ത. ദാവീദ് ഗോലിയാത്തിന്റെ തലയാണ് വെട്ടി പർവ്വതത്തിലിട്ടതെങ്കിൽ ഇവിടിതാ വർഷങ്ങൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ദാവീദ് പുത്രൻ ക്രൂശുമായി അതേ ഗോൽഗോത്തായിലേക്ക് കയറി ചെല്ലുകയാണ്. ഹലോ, അതേ ഗോൽഗോത്തായിലേക്ക് താൻ കയറി ചെല്ലുകയാണ്. എന്തിനാണെന്നറിയാമോ? ഗോലിയാത്തിന്റെ തല വെട്ടാനല്ല, മാനവരാശിയെ മുഴുവൻ കുറ്റം ചുമത്തിയ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് ദൈവം പറഞ്ഞ പ്രവചനത്തെ നിവർത്തീകരിക്കുവാൻ പുത്രൻ സാത്താന്റെ തലയെ തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ അതേ ഗോൽഗോത്തായിലേക്ക് കയറി ചെല്ലുകയാണ്. വെള്ളനാടുള്ള ദേശക്കാരെ, മാനവരാശിയെ മുഴുവൻ കുറ്റം ചുമത്തിയ ആ തലയെ അവൻ കാൽവറിയിൽ ചവിട്ടിക്കളഞ്ഞു. ഒരു രാജ്യത്തിനെതിരെ ശബ്ദം ഉയർത്തിയ ഗോലിയാത്തിന്റെ തല ആ പർവ്വതത്തിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഇതാ മാനവരാശിയെ മുഴുവൻ രാപ്പകൽ കുറ്റം ചുമത്തി ആദ്യമ മാതാപിതാക്കളായ ആദാമും ഹവ്വയും തെറ്റിലേക്ക് കൊണ്ടുപോയ സാത്താന്റെ തലയെ തകർത്ത് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. പറഞ്ഞാട്ടെ, സാത്താൻ ഇപ്പോൾ ബെഡ്രിഡനാണെന്ന് പറഞ്ഞേ, കൈയെടുത്ത് പറ. സാത്താൻ ഇപ്പോൾ ബെഡ്രിഡനാണ്. നിങ്ങൾക്കറിയാമോ, മെഡിക്കൽ സയൻസ് പഠിക്കുന്നവർക്കറിയാം, തലയ്ക്ക് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ജന്മത്തിൽ എഴുന്നേക്കത്തില്ല. കൈക്ക് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാൻഡേജ് ഒട്ടിക്കാം, തലയറുത്ത് മാറ്റിക്കഴിഞ്ഞാലോ. ഞങ്ങളുടെ ഒരു കട, അവിടെ ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെ ഒരു കടയുണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത്. ഭയങ്കര വിലയാ. അപ്പോൾ വില കൂടിയപ്പോൾ ഞാൻ അവിടെ സാധനം വാങ്ങിക്കത്തില്ല. പുള്ളി എന്നോട് ചോദിച്ചാൽ എന്താ വാങ്ങിക്കാത്ത? ഞാൻ പറഞ്ഞ കൈ മുറിഞ്ഞാൽ ബാൻഡേജ് ഒട്ടിക്കാം, തലയറുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പറ്റുമോ? സാത്താൻ ബെഡ്രിഡനാണ്. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞ, സാത്താൻ ഇല്ലാത്ത അലങ്കാരങ്ങളൊന്നും കൊടുക്കല്ലെന്ന് പറ. നമ്മുടെ ഒരു കാര്യമുണ്ട്, സാത്താൻ ഭീകരനാണ്, സാത്താൻ ഭയങ്കരനാണ്. സാത്താൻ എഴുന്നേറ്റ് വയ്ക്കും, ഇതൊക്കെ എപ്പോഴാടാ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കും. ഹലോ, സാത്താനെ കുറിച്ച് എന്താ പറയുന്നത്? സാത്താൻ ഭയങ്കര ബന്ധനമാണ്. സാത്താൻ പറയും കണ്ണീച്ചോരില്ലാത്ത വർത്താനം പറയും, ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറയും. സാത്താൻ പറയും, ഇതാ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഒറ്റ അമ്പും വില്ലും ഇല്ല, ഒറ്റ പേനാക്കത്തി പോലും ഇല്ല, എല്ലാം ശൂന്യമായി കിടക്കുക. എന്തോ പറ്റി? എല്ലാ ആയുധവും ക്രൂശിൽ ഞാൻ അടവുറവ് വെച്ചു. എല്ലാ ആയുധവും എടുത്തോണ്ട് പോയി ദൈവപുത്രൻ. ഇവിടെ ഒരു പേനാക്കത്തി പോലും ഇല്ല,
എൻ്റെ ക്യാൻസർ ഇല്ല, അതവൻ ക്രൂശിൽ നികത്തി. എൻ്റെ ശാപമില്ല, ന്യായപ്രമാണത്തിന്റെ ശാപം എൻ്റെ ഇല്ല, ഓ ഭീകരതയുടെ ശാപം എൻ്റെ ഇല്ല. എല്ലാം എടുത്ത് ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു. സാത്താന്റെ കയ്യിൽ ഒരു പേനാക്കത്തി പോലും ഇല്ലാത്ത സാത്താന് നീ അമ്പും വില്ലും കൊടുക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ദൈവദാസൻ പണ്ടൊരിക്കൽ വന്ന് പറഞ്ഞു, ഈ വീട്ടിൽ ഭയങ്കര ഒരു പോരുണ്ട്. എന്താ പറഞ്ഞ്? ഈ വീട്ടിൽ പോരെന്നല്ല, പോറുണ്ടെന്നാ പറഞ്ഞ. പോർ. ഞാൻ പറഞ്ഞ ചിക്ക് എന്നൊരു സൗണ്ട് ഉണ്ടാക്കി. എന്തോ ചിക്ക്. അപ്പോൾ പുള്ളി ചോദിച്ചു എന്തോ? ഞാൻ പറഞ്ഞ അതങ്ങ് പൊട്ടിച്ച് കളഞ്ഞേ. അന്ന് കൈ കൊടുത്ത് പറ, ചിക്കിൽ തീരാന്നേ ഉള്ളെന്ന് പറ. കൈ കൊടുത്ത് പറ, ഈ ചിക്കിൽ തീരാന്നേ ഉള്ളൂ നിന്റെ പോരാട്ടം ബന്ധനം കേട്ടോ. ഒരിക്കലൊരു അമ്മച്ചി, ഞാൻ ലൈവിലും പറഞ്ഞതാ, ഒരിക്കലൊരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 85 സ്നാനപ്പെട്ടതാ. ഹലോ, ഞാൻ പറഞ്ഞു സ്തോത്രം. പെന്തിക്കോസ് അമ്മച്ചിയാ. ഞങ്ങൾ വീട്ടിലൊക്കെ നല്ല ഇതാണ്, മോൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വളരെ സ്തോത്രം. പക്ഷേ എനിക്ക് 2 ആമക്കളാണ്, 2 പെമ്മക്കൾ. അവർ അമ്പലത്തിൽ പോവുക. എനിക്ക് കുറേ നാളായിട്ട് വയറിന് അസ്വസ്ഥത. ഞാൻ ചോദിച്ചു അത് ഡോക്ടറെ കാണിച്ചാൽ മതി. അല്ല, അവർ കൂടോത്രം ദയ്യോ എന്താ പറഞ്ഞ അമ്മച്ചി? 85 സ്നാനപ്പെട്ട അമ്മച്ചിയാണ് പറഞ്ഞത്. അവർ ഞാൻ ചോദിച്ചു അമ്മച്ചി കണ്ടോ? അപ്പോൾ പുള്ളിക്കാരി പറയാം ഇല്ല, എനിക്ക് വെളിപ്പാടിൽ തോന്നിയതാണെന്ന്. കൈ കൊടുത്ത് വെച്ചാൽ അത് ഏത് സൈസ് വെളിപ്പാടാണെന്ന് ചോദിക്കും. കൈ കൊടുത്ത് പറ, സാത്താൻ ഉയർത്തുന്ന ഏത് വെളിപ്പാടാ? അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു ശരി, അമ്മച്ചിക്ക് ബോധ്യമാണ് അവർ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന്. ബോധ്യമോ? സ്നാനപ്പെട്ടപ്പോൾ അമ്മച്ചി എന്തുവാ ചെയ്തത്? അമ്മച്ചിക്ക് വചനമൊക്കെ അറിയാൻ അമ്മച്ചി പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ ധരിച്ചു. ഞാൻ പറഞ്ഞു ധരിച്ചോ? ആ ധരിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം മൊത്തം ബുള്ളറ്റ് പ്രൂഫാണ്, ഒരൊറ്റ വെടിയുണ്ട അകത്തോട്ട് കയറത്തില്ല. ഇനി എത്ര ഈ ട്രംപ് വണ്ടിക്കകത്തായിരുന്നെങ്കിലും അവന്മാർ വെടിവെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറത്തില്ല. കാരണം എന്താ? മൊത്തം ബുള്ളറ്റ് പ്രൂഫാണ്. അപ്പം ആദ്യം കൂടോത്രം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആർക്കായിട്ട് ഏക്കേണ്ടത്? അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചി യേശുവിനിട്ട് കൂടോത്രം വെക്കുമോ? വെള്ളനാടുള്ളവർ പറ, ഏക്കോ ഇല്ലയോ? ഏക്കോക്ക് ഞാൻ ഇപ്പം മൈക്ക് ഇവിടെ വെക്കും. ഏക്കത്തില്ലല്ലോ. യേശുവിനെ ഞാൻ ധരിച്ചിരിക്കുക. ഒരു ബന്ധനോ ഇങ്ങനെ ബന്ധനം ഇപ്പം നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടാന്ന് വെച്ചോ. ഒരാളിങ്ങനെ മോനിങ്ങി വന്നേ, ഇങ്ങനെ പെട്ടെന്ന് പേരെന്തോ ഇങ്ങോട്ട് കയറി. അബിനോ? ഇത് യേശുവിൽ വിശ്വസിച്ച ഒരാളാന്ന് വെച്ചു. വിശ്വസിച്ചില്ലേ? ആ, ഇയാൾക്കെതിരെ കൂടോത്രം ചെയ്യുക, വിഷയം ഉണ്ടാക്കുക. അപ്പം ബന്ധനം ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിൽക്കുന്നത് പേരെന്തോ? അബിനെ അല്ല. കൂടോത്ര ശക്തികൾക്ക് മനസ്സിലാവും ഈ മുഖം എവിടെയോ പരിചയമുണ്ട്. സാത്താന്യ ലോകത്തിന് പിടികിട്ടും ഈ മുഖം ഇതെവിടോ ഈ മുഖം പരിചയമുണ്ടല്ലോ. കാൽവറിയിൽ നമ്മളെ തോൽപ്പിച്ചവനെയാണ് ഇവൻ ധരിച്ചിരിക്കുന്നത്. ആ സംഭവം ഉണ്ടല്ലോ, നേരെ അവിടോട്ട് തന്നെ ചെല്ലും. എവിടുന്നാ വന്നേ അങ്ങോട്ട് തന്നെ പോകും. കാരണം ഇത് വേറെ ആളാണ്. ഒരാമയം പറഞ്ഞാട്ടെ. അപ്പം അതുകൊണ്ട് ബന്ധനത്തെ കൂട്ടരുത്, വലുതായി കാണരുത്. നിങ്ങൾ ജയത്തിൻ്റെ മക്കളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സകല ആയുധം കർത്താവ് ക്രൂശിൽ വെച്ചിരിക്കുക. ഒറ്റ ആയുധം അവൻ്റെ മേൽ സാത്താൻ്റെ കയ്യിലില്ല. ഒരു പേനാക്കത്തി പോലും ഇല്ല. ശൂന്യമായി കിടക്കാവും. ഞാൻ പറഞ്ഞല്ലോ, സാത്താൻ ബെഡ്രിഡനാ. തലയ്ക്ക് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ജന്മത്തിൽ എഴുന്നേൽക്കത്തില്ല. തലയ്ക്ക് പ്രോബ്ലം ഇങ്ങനെ തളർന്ന് കിടക്കത്തേ ഉള്ളൂ. കൈ എടുത്ത് പറഞ്ഞ തളർന്ന് കിടക്കുന്നതിന് ഊന്നുവടി കൊണ്ട് എഴുന്നേൽപ്പിക്കരുത്. കൈ കൊടുത്ത് പറ. നമ്മൾ എന്തോ ചെയ്യുന്നറിയാമോ? സാത്താന് എന്തെങ്കിലും തലവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ സാത്താന്യ പോരാട്ടമാണ്. അവ സാത്താൻ എന്താ ചെയ്യുക? എഴുന്നേറ്റോ കേട്ടോ, എഴുന്നേറ്റോ. അത് ചില തലവേദന ദുരാത്മാക്കൾ കൊണ്ടിടും. ചില രോഗങ്ങൾ പൈശാചിക ബന്ധനത്തിലൂടെ കിട്ടും. അതിനെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കാനുള്ള പവർ ദൈവം നിനക്ക് നൽകിയിരിക്കുക. സാത്താൻ്റെ കയ്യിൽ നിന്ന് ആയുധം എടുത്ത് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് സർവായുധ വർഗം അങ്ങോട്ട് കൊടുത്തു. പിശാചിൻ്റെ കയ്യിൽ നിന്ന് സകല ആയുധവും ഇങ്ങോട്ട് എടുത്തിട്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് എഫേസ്യർ എന്ന് പറയും, ആകയാൽ ഈ സർവായുധ വർഗം എടുത്ത് ധരിച്ചു കൊള്ളുവിൻ.
നിങ്ങൾക്കാണ് ആയുധം ഇരിക്കുന്നത്. പറഞ്ഞ ഞാൻ ജയാളിയാണ്. പറഞ്ഞാട്ടെ, ഉറക്കപ്പറ. ഇന്നലെ വരെ എന്നെ കബളിപ്പിച്ച സാത്താനെ ഉറക്കപ്പറ. എന്നോട് നുണ പറഞ്ഞ സാത്താനെ, നീ എൻ്റെ കാലിന് ചുവടയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. നമുക്ക് പലതിൽ നിന്നും ദൈവം ജയം തന്നു. ഹല്ലേലൂയ. ദൈവ കോപത്തിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ചു. റോമാലേഖനം 5:9 നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ദൈവം നമുക്ക് വിടുതൽ നൽകി. ഹല്ലേലൂയ. ഇന്ന് ജയം കർത്താവ് നൽകാൻ പോവുകയാണ്. അസാധ്യങ്ങളെ വഴിമാറ്റുക. അസാധ്യമേ, എല്ലാവരും പറഞ്ഞേ, അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. പറഞ്ഞേ, രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. ഇതിനകത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ നിങ്ങൾക്ക് മുന്നിൽ വരാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ, രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴിമാറുക യേശുവിനുള്ള ജയോത്സവം നാമത്തിനാ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. ഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ. ഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. ഓ അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. ആയിരങ്ങൾ അതിനായിരങ്ങൾ വീണാലും വലയമണിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ഓ അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം യേശുവിന്റെ കൂടെയുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാക്കുവാൻ ആരാധിക്കുക. സകല വ്യർത്ഥമാണല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. തോൽവിയും ഇനി വരികയില്ല. ഉള്ളിലുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, കൂടെയുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അതിനായിരങ്ങൾ വീണാലും എന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി ആത്മബലമെന്റെ ഉള്ളിലുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, കൂടെയുണ്ടല്ലോ.
യേശുവിന്റെ ജയത്തിന്റെ ഉത്സവം. ദൈവം എന്റെ കൂടെയുണ്ടല്ലോ, സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. തിന്മയതൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. ബാധയതൊന്നും അടുക്കയില്ല, എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്ന്. തിന്മയതൊന്നും തീർന്നിടുമേ, ബാധയതൊന്നും എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്ന്. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ. ദൈവം എന്റെ കൂടെയുണ്ടല്ലോ, അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാകണം. യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. കണ്ണുകളടച്ച് നിങ്ങൾ സുവിശേഷത്തിന്റെ വക്താക്കളായി മാറണം. ഈ ദേശത്ത് യേശു തോൽവിയല്ല ജയിച്ചവനാണെന്ന് നിങ്ങളുടെ തെളിയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട് അത് തെളിയിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പഠനം അത് തെളിയിക്കാൻ പോവുക. നിങ്ങളുടെ ഭാവി അതിനെ തെളിയിക്കാൻ പോവുക. ക്രൂശിൽ വെളിപ്പെട്ട ജയത്തിന്റെ ഉത്സവം നിങ്ങളിലൂടെയാണ് ഈ നാട് കാണാൻ പോകുന്നത്. അവരെ നമുക്ക് ജെറുസലേമിൽ കൊണ്ടുവന്ന് കാണിക്കാനൊക്കത്തില്ല. നിങ്ങളാണ് അവരുടെ ബൈബിൾ. ഹലോ, നിങ്ങളാണ് അവരുടെ ബൈബിൾ. ജാതികളുടെ ബൈബിൾ ആരാ? ഞാനും നിങ്ങളുമാ. നിങ്ങളിലൂടെ ദൈവത്തിന്റെ ജയോത്സവം നിങ്ങളുടെ ലൈഫിലൂടെ കർത്താവ് കൈമാറാൻ പോകുകയാണ്. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ, എനിക്ക് ജയമാണ്. പറഞ്ഞേ, ഉറക്കെ പറ. എനിക്ക് ജയത്തിന്റെ ഉത്സവമാണ്. പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഓ ഹാ 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 ലേലൂയ. ഹാ 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 ലേലൂയ. ഹാ 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 ലേലൂയ. ഹാ 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 ലേലൂയ. സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. ഓ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കോടാകോടിതൻ ദൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. Receive the fire. Receive the anointing. Hallelujah. 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 Hallelujah.
പ്രവാചകർ ജനിക്കട്ടെ ഇതിൻ്റെ അകത്തത്. അനേകം മിനിസ്റ്റേഴ്സ് ജനിക്കട്ടെ ഇതിൻ്റെ അകത്തത്. ഇതിന് വലിയ മൂവായി മാറുന്ന യേശുവിന്റെ നാമത്തിൽ. ഇതിനെ തകർക്കാൻ പിശാച് നിനക്ക് അധികാരമില്ല. ഇതൊരു സുവിശേഷ മീറ്റിംഗായി മാത്രമല്ല, അനേക ശുശ്രൂഷകരെ ജ്വലിപ്പിക്കുന്ന മീറ്റിങ്ങുകളായി അങ്ങനെ ചില മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യട്ടെ. തിമോത്തിയോസുമാരെ എഴുന്നേൽപ്പിക്കുന്ന മീറ്റിംഗ്, തിമോത്തിയോസുമാരെ എഴുന്നേൽപ്പിക്കുന്ന മീറ്റിംഗ്. Anointing release ആകട്ടെ. Anointing release ആകട്ടെ. ഒരപ്പൻ ആര് നോക്കി നിൽക്കരുത്. കരങ്ങൾ ഉയർത്തി പിടിച്ചോ. നിങ്ങളുടെ മേലെ അഭിഷേകത്തിന്റെ പകർച്ച സംഭവിക്കുന്നു. Touch the fire. Receive. Receive the fire. Receive the anointing. Receive the anointing. അഭിഷേകത്തിന് ഇരട്ടി പങ്കുകൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുക. നിങ്ങളുടെ ദൂരം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങളുടെ സ്പീഡ് വർദ്ധിക്കാൻ പോകുന്നു. രണ്ട് കാര്യങ്ങളെ പരിശുദ്ധമ പറയുന്നു. ഒന്ന്, ദൂരം വർദ്ധിക്കുന്നു. രണ്ട്, വേഗത വർദ്ധിക്കുന്നു. അനേക ശുശ്രൂഷകർ ജനിച്ച് തുള്ളുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അനേക മിനിസ്റ്റേഴ്സ്